നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അഫ്ഗാനിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തീർത്ത് കളഞ്ഞുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇതാ ICC T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. മുമ്പ് പല വട്ടം വേൾഡ് കപ്പുകളിൽ സെമി ഫൈനലിൽ കാലിടറി വീണ സൗത്ത് ആഫ്രിക്ക സെമി ഫൈനൽ എന്ന തടസ്സമങ്ങ് മറികടന്നിതാ ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അഫ്ഗാനെ വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയണം. അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ അവർ ചരിത്രം കുറിച്ച് സെമി ഫൈനൽ വരെ എത്തിയതാണ്. പക്ഷെ അതൊരു ആന്റി ക്ലൈമാക്സ് ആയി പോയി ഈ സെമി ഫൈനൽ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. കളിയിൽ വെറും 56 റൺസിനാണ് അഫ്ഗാൻ ഓൾ ഔട്ട് ആകുന്നത്. അത് 8.5 ഓവറുകളിൽ ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്തെടുക്കുകയും ചെയ്തു. ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള പിച്ചായിരുന്നു. വേരിയബിൾ ബൗൺസ് വന്നുകൊണ്ടിരുന്നു. അഫ്ഗാന്റെ ബാറ്റിംഗ് നിരയിൽ 2 അക്കം കടന്ന ഒരേ ഒരാൾ മാത്രമാണ് അസ്മത്തുള്ള ഒമർസായി. അദ്ദേഹം 12 പന്തിൽ 10 റൺസ് എടുത്തു. ബാക്കി ആരും 2 അക്കം പോലും കടന്നില്ല. ഗുർബാസ് ഡക്ക്, സദ്രൻ 2, ഗുൽബുദ്ദീൻ നൈബ് 9, മുഹമ്മദ് നബി ഡക്ക്, കടോട്ടെ 2, ജനത്ത് 8, റാഷിദ് ഖാൻ 8, നൂർ അഹമ്മദ് ഡക്ക്, നബീൻ ലക്ക് 2. ഇങ്ങനെ പോയി അവരുടെ ബാറ്റർമാരുടെ സ്കോറ്. യാൻസൺ 3 വിക്കറ്റുമായിട്ട് മികച്ച ബൗളിംഗ് പ്രകടനം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നടത്തി. ഒപ്പം തബരീഷ് ഷംസിയുടെ കാര്യം എടുത്തു പറയണം. 2 ഓവർ പോലും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 1.5 ഓവറുകളിൽ 6 റൺസിന് 3 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. പിന്നെ റബാദയും നോർക്കയും 2 വീതം വിക്കറ്റുകളും വീഴ്ത്തുകയും ചെയ്തു. മറുഭാഗത്ത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗിൽ തുടക്കത്തിൽ ക്യൂഡിക്ക മടങ്ങി. ഫസലക് ഫറൂഖി ക്യൂഡിക്കയെ മടക്കുമ്പോൾ 5 റൺസാണ് സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത്. അത് അഫ്ഗാൻ തിരിച്ചടിക്കുമെന്നൊരു പ്രതീതി ഉളവാക്കി. പക്ഷേ പിന്നീട് വിക്കറ്റുകൾ വീഴാതെ സൗത്ത് ആഫ്രിക്ക വിജയത്തിലേക്ക് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് 6 റൺസിൽ സൗത്ത് ആഫ്രിക്ക എത്തിയ സമയത്ത് എഡൻ മൾക്രം ഹെഡ് ചെയ്ത് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ആരും അത് ആ രൂപത്തിൽ ഗൗനിച്ചില്ല. റാഷിദ് ഖാൻ മാത്രമാണ് അത് ചോദിക്കുന്നത്. പക്ഷെ വിക്കറ്റ് കീപ്പർ പറഞ്ഞത് ഞാൻ എഡ്ജ് കേട്ടില്ല എന്നാണ്. അങ്ങനെ റിവ്യൂവിനൊന്നും പോയില്ല. അവസാനം അത് ബിഗ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള എഡ്ജ് തന്റെ നിരാശ കൃത്യമായിട്ട് തലയാട്ടിക്കൊണ്ട് റാഷിദ് ഖാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ആ വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 6 റൺസിന് 2 എന്ന രൂപത്തിലേക്ക് സൗത്ത് ആഫ്രിക്കയും വീഴുമായിരുന്നു. പിന്നെ ഒരു സമ്മർദ്ദം വരുമോ ഇല്ലയോ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു മൊമെന്റ് കൂടി ഉണ്ടായി എന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അത് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ മൾക്രം പിന്നീട് മനോഹരമായിട്ട് തന്നെ കളിച്ചു. ഹെൻഡ്രിക്സും അതുപോലെ തന്നെ കളിച്ചു. അങ്ങനെ 25 പന്തിൽ 29 റൺസുമായിട്ട് ഹെൻഡ്രിക്സും 21 പന്തിൽ 23 റൺസുമായിട്ട് മൾക്രമും ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. ഇതാ ഫൈനലിലേക്ക് ICC T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് സൗത്ത് ആഫ്രിക്ക കുതിച്ചെത്തിയിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.